നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച നൃത്ത അധ്യാപകൻ ബംഗളൂരുവിൽ പിടിയിലായി. ഭാരതി കണ്ണൻ എന്ന അധ്യാപകനാണ് പിടിയിലായത്. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം പിതാവാണെന്ന തെറ്റിദ്ധാരണയെ തുടർന്ന് പിതാവിനെ ഫ്രൈയിങ് പാൻ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ മകന് ജീവപര്യന്തം തടവ് ശിക്ഷ. നാഗർകോവിലിൽ മത്സ്യത്തൊഴിലാളിയെ കൊലപ്പെടുത്തിയ പ്രതി മണവാളക്കുറിശി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. പള്ളി വികാരി ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചികിത്സാ സഹായത്തിനു വേണ്ടി പണം പിരിക്കുന്ന റാന്നി സ്വദേശിയാണ് പിടിയിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച നൃത്ത അധ്യാപകൻ ബംഗളൂരുവിൽ പിടിയിലായി. ഭാരതി കണ്ണൻ എന്ന അധ്യാപകനാണ് പിടിയിലായത്. 28-കാരനായ ഭാരതി കണ്ണൻ പെൺകുട്ടി നടന്നു പോകുമ്പോൾ കാറ് അടുത്ത് കൊണ്ട് നിർത്തിയ ശേഷം പെൺകുട്ടിക്ക് നൃത്തത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ നിർബന്ധപൂർവ്വം കാറിൽ പിടിച്ചു കയറ്റിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് നൃത്ത അധ്യാപകൻ പിടിയിലായത്. 28-കാരനായ ഭാരതി കണ്ണൻ എന്ന അധ്യാപകനെയാണ് ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 24-ാം തീയതി ബംഗളൂരു കടുകോടിലാണ് കേസിനാസ്പദമായ സംഭവം അരങ്ങേറിയത്. റോഡിലൂടെ നടന്നുപോയ പെൺകുട്ടിയുടെ അടുത്ത് കാർ നിർത്തിയ ഭാരതി കണ്ണൻ സ്വയം പരിചയപ്പെടുത്തി. പിന്നീട് നൃത്ത ക്ലാസുകളെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പ്രലോഭിപ്പിച്ച് പെൺകുട്ടിയെ കാറിനുള്ളിൽ കയറ്റി. പിന്നീടാണ് ലൈംഗികമായി പീഡിപ്പിച്ചത്. പെൺകുട്ടി കാറിൽ കയറിയ ഉടനെ ഇയാൾ ഡോറ് ലോക്ക് ചെയ്തു. കുറച്ചു ദൂരം കാർ മുന്നോട്ട് പോയ ശേഷം ഇയാൾ പെൺകുട്ടിയെ കടന്ന് പിടിച്ചു. അല്പസമയം കഴിഞ്ഞ് പെൺകുട്ടിയെ കാറിൽ കയറ്റിയ അതേ സ്ഥലത്ത് തന്നെ ഇയാൾ ഇറക്കി വിട്ടു. ഈ സമയത്ത് ഇയാൾ പെൺകുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. വീട്ടിലെത്തിയ പെൺകുട്ടി മാതാപിതാക്കളോട് വിവരം അറിയിച്ചതോടെയാണ് ഇക്കാര്യം പുറം ലോകം അറിഞ്ഞത്. വീട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തതും ഭാരതി കണ്ണനെ അറസ്റ്റ് ചെയ്തതും. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം പിതാവാണെന്ന തെറ്റിദ്ധാരണയെ തുടർന്ന് പിതാവിനെ ഫ്രൈയിങ് പാൻ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ മകന് ജീവപര്യന്തം തടവ് ശിക്ഷ. കൊല്ലത്ത് കരുനാഗപ്പള്ളി കുലശേഖരപുരത്താണ് സംഭവം അരങ്ങേറിയത്. 2023-ലാണ് കൊലപാതകം നടന്നത്. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണക്കാരനായ പിതാവിനോട് ശത്രുത തോന്നി കൊലപ്പെടുത്തിയ മകന് ജീവപര്യന്തം ശിക്ഷ. 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ 2023 മാർച്ചിലാണ് കേസിനാസ്പദമായ ക്രൂരത അരങ്ങേറിയത്. കരുനാഗപ്പള്ളി കുലശേഖരപുരം കൃഷ്ണഭവനം കൃഷ്ണൻകുട്ടി നായരെ കൊന്ന കേസിൽ മകൻ ആശാകൃഷ്ണനെയാണ് കോടതി ശിക്ഷിച്ചത്. കൊല്ലം 5ാം അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. തന്റെ പിതാവ് കാരണമാണ് ഭാര്യ പിണങ്ങി അവരുടെ വീട്ടിലേക്ക് പോയതെന്നാണ് ആശാകൃഷ്ണൻ ആരോപിക്കുന്നത്. ഭാര്യയോട് മാപ്പ് പറഞ്ഞ് അവരെ തിരികെ കൂട്ടിക്കൊണ്ടുവരണമെന്നായിരുന്നു മകന്റെ ആവശ്യം. ഇതിന് അച്ഛൻ കൃഷ്ണൻകുട്ടി നായർ വഴങ്ങാതെ വന്നതോടെ ഇരുവരും തമ്മിൽ വഴക്കായി. തുടർന്ന് പ്രതി അച്ഛനെ മർദ്ദിക്കുകയും ഫ്രൈയിങ് പാൻ കൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തു. അടിയേറ്റ കൃഷ്ണൻകുട്ടി നായരുടെ തലയൊട്ടി പൊട്ടി. നിലത്തിട്ട് ചവിട്ടി വാരിയെല്ലും പൊട്ടിയതിനെ തുടർന്ന് മരണമടഞ്ഞു. പിതാവും മകനും തമ്മിലുള്ള വഴക്കിൽ ഇടപെട്ട അമ്മ ശ്യാമളയമ്മയ്ക്കും മകൻ ആശാകൃഷ്ണനിൽ നിന്ന് ക്രൂരമായി മർദ്ദനമേറ്റു. കേസിൽ ദൃക്സാക്ഷിയായ ശ്യാമളയമ്മ വിചാരണ തുടങ്ങും മുമ്പ് മരണപ്പെട്ടു. സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ജയ കമലാസനൻ ഹാജരായി. വിസ്മയ ന്യൂസ് കൊല്ലം. നാഗർകോവിലിൽ മത്സ്യത്തൊഴിലാളിയെ കൊലപ്പെടുത്തിയ പ്രതി മണവാളക്കുറിശി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. അന്തോണിയാർ തെരുവ് സ്വദേശി ജോൺ കുമാറാണ് കീഴടങ്ങിയത്. മണവാളക്കുറിച്ചിയിൽ മത്സ്യബന്ധന തൊഴിലാളിയെ കൊലപ്പെടുത്തിയ പ്രതി മണവാളക്കുറിച്ചി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. അന്തോണിയാർ തെരുവ് സ്വദേശി ജോൺ ജോസഫിന്റെ മകൻ ജോൺ കുമാറാണ് കീഴടങ്ങിയത്. മണവാളക്കുറിച്ചി കടിയപ്പട്ടണം വളനാർ നഗർ സ്വദേശി രാജയുടെ മകൻ രൂപൻ കിങ്സ്ലിയാണ് കൊല്ലപ്പെട്ടത്. കേസിലെ പ്രതിയാണ് ജോൺ കുമാർ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കടിയപ്പട്ടണം കടൽക്കരയിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്നാണ് കൊലപാതകം നടന്നത്. തർക്കത്തിനിടെ ക്ഷുഭിതനായ ജോൺ കുമാർ കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് രൂപൻ കിങ്സ്ലിയെ കുത്തുകയായിരുന്നു. തുടർന്ന് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. പള്ളി വികാരി ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചികിത്സാ സഹായത്തിനു വേണ്ടി പണം പിരിക്കുന്ന റാന്നി സ്വദേശിയാണ് പിടിയിലായത്. കന്യാസ്ത്രീ മഠങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു 70 വയസ്സുകാരന്റെ ഈ തട്ടിപ്പുകൾ നടന്നത്. പള്ളി വികാരി ചമഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പത്തനംതിട്ട റാന്നി സ്വദേശി അലുക്ക വീട്ടിൽ മാത്യുവിനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. അസുഖബാധിതയായ സ്ത്രീക്ക് ചികിത്സാ ധനസഹായം ആവശ്യപ്പെട്ട് പള്ളി വികാരിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളിൽ നിന്നും പണപ്പിരിവ് നടത്തുകയായിരുന്നു ഇയാളെന്ന് പോലീസ് പറഞ്ഞു. കാക്കനാട് അത്താണി സെന്റ് മേരീസ് കാത്തലിക് ചർച്ചിന്റെ പേരിൽ വ്യാജ ലെറ്റർ ഹെഡും സീലും തയ്യാറാക്കി വെച്ചുച്ചിറ സ്വദേശിനിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടത്. ആളുകൾ നിക്ഷേപിക്കുന്ന പണം ഇയാൾ തന്നെയാണ് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിരുന്നത്. കന്യാസ്ത്രീ മഠങ്ങളെയാണ് പ്രധാനമായും തട്ടിപ്പിനായി സമീപിച്ചിരുന്നത്. സെന്റ് മേരീസ് കാത്തലിക് ചർച്ച് സെക്രട്ടറി നൽകിയ പരാതിയെ തുടർന്ന് തൃക്കാക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. കാക്കനാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിസ്മയ ന്യൂസ് കൊച്ചി. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. മറ്റ് വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.